Hello, my dear students. Welcome to Professor P.C. Thomas classes and Chaitanya classes. KEAM 2025 PYQ ഡിസ്കഷനിൽ ഇന്ന് നമ്മൾ മാത്തമാറ്റിക്സിൽ ചെയ്യുന്നത് കോണിക് സെക്ഷൻ. കോണിക് സെക്ഷനിൽ സർക്കിൾ നമ്മൾ നേരത്തെ ചെയ്തിരുന്നു ഒരു 6 ക്വസ്റ്റ്യൻ. ഇതിൽ പരാബോള, എലിപ്സ്, ഹൈപ്പർബോള ഏകദേശം 20 ക്വസ്റ്റ്യൻ ആണ് ഈ ടോപ്പിക്കിൽ നിന്ന് ചോദിച്ചിരിക്കുന്നത്. ഒരു എക്സാമിന് ഒരു 3 ക്വസ്റ്റ്യൻ സർക്കിളോടെ ചേർത്താൽ കോണിക്സിൽ നിന്ന് കംപ്ലീറ്റ് ഒരു 4 ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. ടോപ്പിക്കിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് 2026 ഈ വർഷം കീം അറ്റൻഡ് ചെയ്യുന്ന സ്റ്റുഡൻസിനായിട്ട് ക്രാഷ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് മാർച്ച് 13 CBSE സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് മാർച്ച് 13 സ്റ്റേറ്റ് സിലബസ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് മാർച്ച് 18 ക്രാഷ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ അതിൽ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ളവർ ഈ QR കോഡ് സ്കാൻ ചെയ്യാം, അല്ലെങ്കിൽ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് കിട്ടും. അഡ്മിഷൻ എടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് സ്റ്റഡി മെറ്റീരിയൽസ് വിത്ത് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ടൈം ടേബിളും തരും. ഓരോ ദിവസവും ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കുകൾ, അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഫോർമുലാസ്, ദെൻ എല്ലാ ദിവസവും നിങ്ങൾക്ക് മോക്ക് എക്സാം ഉണ്ടായിരിക്കും. ഫൈനൽ സ്റ്റേജിലേക്ക് വരുമ്പോൾ കംപ്ലീറ്റ് ടോപ്പിക്ക് ബേസ് ചെയ്ത് കീം മോഡൽ എക്സാമും ഉണ്ടാവും. അതുപോലെ തന്നെ ഇപ്പോൾ 11th 12th പഠിക്കുന്ന സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബോർഡ് എക്സാമിന് വേണ്ടിയിട്ടും സ്കൂൾ എക്സാമിന് വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ സബ്ജക്റ്റിൻ്റെയും +1-ൻ്റെയും +2-ൻ്റെയും എല്ലാ സബ്ജക്റ്റും ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, ബയോളജി ചാപ്റ്റർ വൈസ് ഡീറ്റെയിൽഡ് ആയിട്ട് തിയറി കൺസെപ്റ്റുകളൊക്കെ പറഞ്ഞ്, അതോടൊപ്പം തന്നെ മാത്സ് ഒക്കെ ആണെങ്കിൽ NCERTയിലെ 1 by 1 ആയിട്ട് എല്ലാ ക്വസ്റ്റ്യനും എക്സ്പ്ലെയിൻ ചെയ്ത് വീഡിയോസ് യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് അത് നോക്കാം. ദെൻ നമുക്ക് ടോപ്പിക്കിലേക്ക് വന്നാൽ, ഞാൻ നേരത്തെ പറഞ്ഞു കോണിക് സെക്ഷനിൽ ഏകദേശം ഒരു 26 ക്വസ്റ്റ്യൻസ് ഇപ്പോൾ സർക്കിളോടെ ചേർത്താൽ. അപ്പോൾ അതിനകത്ത് നമ്മളിപ്പോൾ ചെയ്യുന്നത് പരാബോള, എലിപ്സ്, ഹൈപ്പർബോളയാണ്. NCERT ലെവൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതുകൂടാതെ ഒറിജിൻ ഷിഫ്റ്റിങ്ങിൻ്റെ കൺസെപ്റ്റുള്ള ക്വസ്റ്റ്യൻസും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് NCERTക്ക് അപ്പുറത്തേക്ക് അതോടെ നിങ്ങൾ പഠിക്കണം. അത് പ്രധാനമായിട്ട് പരാബോളയിലാണ്. എലിപ്സിൽ, ഹൈപ്പർബോളയിൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് അത്ര വലിയ പ്രശ്നമില്ല, സെൻറ്ററും വെർട്ടെക്സ് ഒക്കെ ചോദിച്ചിട്ടുള്ളൂ. പരാബോളയ്ക്കകത്ത് ഈ ഒറിജിൻ ഷിഫ്റ്റിങ്ങിൻ്റെ കൺസെപ്റ്റ് ശരിക്കും ഒന്ന് നോക്കണം. അത് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഓക്കെ, ബാക്കിയെല്ലാം NCERT ലെവലൊക്കെ നോക്കിയാൽ മതി. നമുക്ക് ടോപ്പിക്കിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വന്നാൽ ഫോക്കസ് ഓഫ് ദി പരാബോള. ഇതേ ടൈപ്പ് പരാബോള നിങ്ങൾ കണ്ടിട്ടില്ല. നിങ്ങൾ വെർട്ടെക്സ് അറ്റ് ഒറിജിൻ വരുന്ന 4 ടൈപ്പ് പരാബോളയാണ് NCERTയിൽ പ്രധാനമായിട്ട് കാണുന്നത്. ആ ഫോമിലേക്ക് നമ്മൾ ഈ പരാബോളയെ കൺവേർട്ട് ചെയ്യുന്നു. അതിനുവേണ്ടി ഞാൻ ചെയ്യുന്നത് x² - 4x = -8y - 4 എന്നെഴുതുന്നു. വൈഡ് ടൈം റൈറ്റിലേക്ക് കൊണ്ടുപോയി ഞാൻ ഇവിടെ ഒരു 4 ആഡ് ചെയ്യുന്നു. കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി റൈറ്റിലും 4 ആഡ് ചെയ്യും. ഞാൻ 4 ഇവിടെ നിർത്തിയാലും മതി കേട്ടോ. ആ 4 ഇവിടെ നിർത്തിയാലും കുഴപ്പമില്ല. +4 = -8y. അപ്പം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാലുള്ള മെച്ചം എന്താണെന്ന് വെച്ചാൽ ലെഫ്റ്റ് സൈഡ് x - 2² എന്ന് എഴുതാം, =-8y. x - 2² -8y എന്ന് എഴുതാം. നിങ്ങൾ ഇനിയിപ്പോൾ ഇതിനകത്ത് ഈ x - 2 പകരം ഒരു ക്യാപിറ്റൽ X എന്നും y പകരം ക്യാപിറ്റൽ Y എന്നും കൊടുക്കുന്നു. അപ്പോൾ നിങ്ങളുടെ ഇക്വേഷൻ എങ്ങനെയായി? x² -8y എന്നായി. ഇപ്പോൾ ഇത് നിങ്ങൾ ബൈഹാർട്ട് പഠിച്ചിരിക്കുന്ന പരാബോളയുടെ ഫോമിലായി. ഈ ഫോമിൽ വരുന്ന പരാബോളയാണ് x² this. ഇതിൻ്റെ ഫോക്കസ് എത്രയാണെന്ന് ചോദിച്ചാൽ 0, ഇവിടെയാണ് ഫോക്കസ് വരുന്നത്. ദാറ്റ് ഈസ് -a, 0. a എന്ന് പറയുന്നത് 4a8 ആണ്. സോ a എന്ന് പറയുന്നത് 2 ആയിരിക്കും. സോ ഇതിൻ്റെ ഈ പരാബോളയുടെ ഫോക്കസ് എന്ന് പറയുന്നത് -2, 0 ആയിരിക്കും. ഇവിടെയാണ് ഫോക്കസ് വരിക. -a, 0 ആണ് ഫോക്കസ് വരിക. അപ്പോൾ ഇവിടെ നമുക്ക് ഫോക്കസ് കിട്ടിയിരിക്കുന്നത് -2, 0. ഈ -2, 0 എന്ന് പറയുന്നത് ക്യാപിറ്റൽ Xൻ്റെയും ക്യാപിറ്റൽ Yയുടെയും വാല്യൂ ആണ്. നമുക്ക് വേണ്ടത് സ്മോൾ എക്സിൻ്റെയും സ്മോൾ വൈയുടെയും വാല്യൂ ആണ്. അത് ഇവിടേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യും. കൺവേർട്ട് ചെയ്യുമെന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ Xന് പകരം -2ഉം ക്യാപിറ്റൽ Yക്ക് പകരം 0യും കൊടുക്കും. അപ്പോൾ നമുക്ക് സ്മോൾ ലെറ്റർ x, സ്മോൾ ലെറ്റർ y കിട്ടും. സ്മോൾ ലെറ്റർ x എന്ന് പറയുന്നത് 0 കിട്ടും. സ്മോൾ ലെറ്റർ y എന്ന് പറയുന്നത് 0 കിട്ടും. തെറ്റിയോ? സ്മോൾ ലെറ്റർ x എന്ന് പറയും, എനിക്ക് പരാബോള തെറ്റി.
പരാബോളയിൽ ചെറിയൊരു കറക്ഷൻ വന്നു കേട്ടോ. എവിടെയാണ് കറക്ഷൻ വന്നത്? ഇവിടെ എക്സ് സ്ക്വയർ ഈക്വൽ ടു -8y ആണ്. എക്സ് സ്ക്വയർ ഈക്വൽ ടു -8y എന്ന് പറയുന്ന പരാബോള ഇതല്ല, സോറി, ഈ പരാബോളയായിരുന്നു എക്സ് സ്ക്വയർ ഈക്വൽ ടു സിമ്മട്രിക്കൽ എബൌട്ട് y ആക്സിസ്. എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു -8y. അപ്പോൾ ഇതിൻ്റെ ഫോക്കസ് ഇവിടെയാണ് വരിക, ദാറ്റ് ഈസ് 0, -a. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 4a എന്ന് പറയുന്നത് 8 ആണ്. സോ a ഈക്വൽ ടു 2 വരും. അപ്പോൾ ഇതിൻ്റെ ഫോക്കസ് വരുന്നത് 0, -2 എന്നാണ്. 0, -2. അപ്പോൾ ക്യാപിറ്റൽ എക്സിന് പകരം 0 കൊടുക്കുന്നു, ക്യാപിറ്റൽ വൈക്ക് പകരം -2 കൊടുക്കുന്നു. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് ആൻസർ കിട്ടും. സ്മോൾ എക്സ് ഈക്വൽ ടു 2, സ്മോൾ വൈ ഈസ് ഈക്വൽ ടു -2. സ്മോൾ എക്സും സ്മോൾ വൈയും ആണ് നമ്മുടെ കോർഡിനേറ്റ്സ്. അപ്പോൾ 2, -2 എന്ന ആൻസർ കിട്ടും. സോ ഫോക്കസ് ഈസ് ഫോർത്ത് ഓപ്ഷൻ. ഞാൻ ആദ്യം എഴുതിയപ്പോൾ ഇക്വേഷൻ മാറിപ്പോയിട്ടോ, സോറി. അത് y സ്ക്വയർ ഈക്വൽ ടു -4x ആയിരുന്നു. ഇത് എക്സ് സ്ക്വയർ ഈക്വൽ ടു ആയതുകൊണ്ട് സിമ്മട്രിക്കൽ എബൌട്ട് y ആക്സിസ് ആയിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ലെങ്ത് ഓഫ് മേജർ ആക്സിസ് ആൻഡ് ലെങ്ത് ഓഫ് മൈനർ ആക്സിസ്. ലെങ്ത് ഓഫ് മേജർ ആക്സിസിനെ നമ്മൾ വിളിക്കുന്നത് 2a എന്നാണ്, അത് m എന്ന് തന്നിരിക്കുന്നു. ലെങ്ത് ഓഫ് മൈനർ ആക്സിസ് ഓഫ് ആൻ എലിപ്സ് അത് 2b ആണ്, അത് n എന്ന് തന്നിരിക്കുന്നു. m² - n² 45 തന്നിട്ടുണ്ട്. നമുക്ക് എഴുതാം. m² എന്ന് പറയുമ്പോൾ 4a², n² ഈസ് 4b² സീക്വൽ ടു 45 എന്ന് തന്നിട്ടുണ്ട്. ദെൻ a² - b² എന്ന് പറയുന്നത് 45/4 എന്നും കിട്ടും. 45/4. ഇനി എക്സെൻട്രിസിറ്റി ഓഫ് ആൻ എലിപ്സ് ഇ തന്നിട്ടുണ്ട്. എക്സെൻട്രിസിറ്റി ഇ എന്ന് പറയുന്നത് √5/3 ആണ്. ദെൻ ലെങ്ത് ഓഫ് മേജർ ആക്സിസ് 2a കണ്ടുപിടിക്കണം. 2a കണ്ടുപിടിക്കുക എന്ന് വെച്ചാൽ a എത്രയാണെന്ന് ഇവാലുവേറ്റ് ചെയ്താൽ മതി. എക്സെൻട്രിസിറ്റി ഇ എന്ന് പറയുന്നത് 2 ഫോർമുലയുണ്ട്. ഇതാണെങ്കിൽ e² എന്ന് പറയുന്നത് 5/9 ആയിരിക്കും. e² എന്ന് പറയുന്നത് e² ഈക്വൽ ടു എന്തായിരിക്കും? എലിപ്സിൻ്റെ കേസിൽ 1 + b²/a² എന്ന് പറയുന്നത് 5/9 എന്ന് എഴുതാം അല്ലേ? സോറി, 1 പ്ലസ് അല്ല, 1 മൈനസ് b² + a², b²/a². എലിപ്സിൻ്റെ കേസിൽ ഹൈപ്പർബോളയിലായിരുന്നു 1+ എന്ന് പറയുന്നത്. അപ്പം ഇതിനകത്തുനിന്ന് a² വാല്യൂ അല്ല b² വാല്യൂ കിട്ടും. b² വാല്യൂ എടുത്ത് ഇവിടെ കൊടുത്താൽ a² കിട്ടും. അങ്ങനെ സിംപ്ലിഫൈ ചെയ്യണമെങ്കിൽ സിംപ്ലിഫൈ ചെയ്യാം. അതല്ലെങ്കിൽ e ഈക്വൽ ടു c/a എന്ന് എഴുതുന്നു. എന്നിട്ട് c² അങ്ങനെ ചെയ്യണമെങ്കിൽ അത് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ രീതിയിലൊന്ന് സിംപ്ലിഫൈ ചെയ്താലും മതി. ഏത് മെത്തേഡായാലും കുഴപ്പമില്ല. b എലിമിനേറ്റ് ചെയ്യുന്നു. അപ്പോൾ a² - 45/4 ഈക്വൽ ടു b² എന്ന് വരുന്നു. അപ്പോൾ ഇതിനകത്തുനിന്ന് a² - b² ഈക്വൽ ടു 5a²/9 വരുന്നു. ഇത് a² LCM കാണുന്നു, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ദെൻ ദാറ്റ് ഇംപ്ലൈസ് ഇത് ലെഫ്റ്റിലേക്ക് വന്നാൽ a² - 5a²/9 ഈക്വൽ ടു b² എന്ന് വരുന്നു. ഈ ടൈം ലെഫ്റ്റിലേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ 4a²/9 ഈക്വൽ ടു b² വരും. അതിവിടെ കൊടുക്കുന്നു. a² - 45/4 ഈക്വൽ ടു b² വാല്യൂ ഞാൻ എന്താ പറഞ്ഞത്? b² ഈക്വൽ ടു 4a²/9 അല്ല, ഇത് LCM കണ്ടാൽ ഇത് ലെഫ്റ്റിലേക്ക് വന്നാൽ മൈനസ് വരുന്നു. മൈനസ് വന്നിട്ട് 9a² - 4a², ദാറ്റ് ഈസ് 5a². 5a²/9 ഇസ് ഈക്വൽ ടു 45/4 വരുന്നു. തെറ്റില്ലല്ലോ. ഇത് ലെഫ്റ്റിലേക്ക് വരുന്നു. 9a² - 4a² വരുന്നു. യെസ്. ദെൻ 5 45 ക്യാൻസൽ, 9 കിട്ടും. അപ്പോൾ a² എന്ന് പറയുന്നത് 81/4 വരും. a ഇസ് ഈക്വൽ ടു 9/2 വരും. ലെങ്ത് ഓഫ് എന്താണ് ചോദിച്ചിരിക്കുന്നത്? ലെങ്ത് ഓഫ് മേജർ ആക്സിസ്. ലെങ്ത് ഓഫ് മേജർ ആക്സിസിൻ്റെ ഫോർമുല 2a ആണ്. സോ 2 × 9/2 കട്ട് ആൻസർ 9 എന്ന് കിട്ടും. ഞാൻ 2 ഇക്വേഷൻ കമ്പൈൻ ചെയ്തേക്കുന്നു. ചിലപ്പോൾ ഇതിൽ ഈസി ആയിട്ടുള്ള മെത്തേഡ് ഉണ്ടാവും കേട്ടോ. ഈ തന്നിരിക്കുന്നു e² വേണമെങ്കിൽ c/a എഴുതി.
അത് സി സ്ക്വയർ ബൈ എ സ്ക്വയർ കിട്ടുന്നു. സി സ്ക്വയർ ഈസ് ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് എഴുതുന്നു. അത് കുറച്ചുകൂടെ എളുപ്പമെന്ന് തോന്നുന്നുല്ലോ. അതായത് ചുമ്മാ നമുക്ക് പരീക്ഷ നോക്കാം. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഇതല്ലേ? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്ക് സി സ്ക്വയർ എന്ന് എഴുതാം അല്ലേ? എലിപ്സിനകത്ത് സി സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ്. അപ്പോൾ സി സ്ക്വയർ ഈക്വൽ ടു 45/4 കിട്ടി. ഇനി എക്സെൻട്രിസിറ്റി ഇ എന്ന് പറഞ്ഞാൽ സി ബൈ എ ആണ്. അതാണ് എന്ത്? അതാ കുറച്ചുകൂടി എളുപ്പം കേട്ടോ. സോറി, √5/3. ഇതിനെ സ്ക്വയർ ചെയ്യുന്നു. സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ സി സ്ക്വയർ ബൈ എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? 5/9 കിട്ടും. സി സ്ക്വയർ എന്ന് പറഞ്ഞാൽ 45/4 കിട്ടും. 45/4 എ സ്ക്വയർ ഈക്വൽ ടു 5/9 കിട്ടും. ഓക്കെ, സോ എ സ്ക്വയർ ഈക്വൽ ടു 81/4 കിട്ടും. അതാട്ടോ കുറച്ചുകൂടെ എളുപ്പം. ഇത്രയും ചെയ്താൽ മതി. ഇതാണ് കുറച്ചുകൂടെ എളുപ്പം. മറ്റേത് കുറച്ച് ലെങ്തി ആയിപ്പോയി. ഇത്ര സമയം വെറുതെ വേസ്റ്റ് ചെയ്യണ്ടല്ലോ. മനസ്സിലായില്ലേ? എലിപ്സിനകത്ത് സി സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ, ഹൈപ്പർബോളയിൽ സി സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. അപ്പോൾ ഇവിടെ സി സ്ക്വയർ റീപ്ലേസ് ചെയ്യുന്നു. എക്സെൻട്രിസിറ്റി ഇ ഈക്വൽ ടു സി ബൈ എ റീപ്ലേസ് ചെയ്യുന്നു. സിയുടെ വാല്യൂവിന് പകരം എയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. എ കിട്ടും. ഇതാണ് കേട്ടോ എളുപ്പം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വന്നാൽ ഇതും ഒറിജിൻ ഷിഫ്റ്റിങ്ങിൻ്റെ കൺസെപ്റ്റ് തന്നെയാണ്. നമുക്ക് ഈ 17 വേണമെങ്കിൽ ലെഫ്റ്റിലേക്ക് കൊണ്ടുവരാം. 17 കൊണ്ടുവരാം. അതല്ലെങ്കിൽ 4y ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 6x പ്ലസ് 9 അവിടെ നിർത്തിയിട്ട് 6 ലെഫ്റ്റിലേക്ക് കൊണ്ടുവന്നു. മറ്റൊന്നിനും വേണ്ടിയിട്ടല്ല. അപ്പോൾ ഇത് പെർഫെക്റ്റ് സ്ക്വയർ ആക്കാൻ പറ്റും. ഏത്? എക്സ് മൈനസ് 3 ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. ഇതിനകത്ത് നിന്ന് 4 ഔട്ട് സൈഡ് എടുത്താൽ y മൈനസ് 3/2 എന്നും കിട്ടും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ബൈഹാർട്ട് പഠിച്ചിരിക്കുന്ന പരാബോളയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ എക്സ് മൈനസ് 3ക്ക് പകരം ഞാൻ ക്യാപിറ്റൽ എക്സും y മൈനസ് 3/2ന് പകരം ക്യാപിറ്റൽ വൈയും കൊടുക്കുന്നു. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്തായി? എക്സ് സ്ക്വയർ ഈക്വൽ ടു 4y എന്നായി. ഇത് ഏത് പരാബോളയാണ്? ഈ പരാബോള. എക്സ് സ്ക്വയർ ഈക്വൽ ടു 4y. ഇതിൻ്റെ വെർട്ടെക്സ് എന്താ? 0, 0 ആണ് വെർട്ടെക്സ്. അപ്പോൾ ഇവിടെ നമ്മൾ വെർട്ടെക്സ് 0, 0 എന്ന് എഴുതും. ഈ വെർട്ടെക്സ് ക്യാപിറ്റൽ എക്സും ക്യാപിറ്റൽ വൈനെയും റിലേറ്റ് ചെയ്തതാണ്. ക്യാപിറ്റൽ എക്സിൻ്റെയും ക്യാപിറ്റൽ വൈയുടെയും കോർഡിനേറ്റ് ആണ് 0, 0. അത് ഇങ്ങോട്ട് കൺവേർട്ട് ചെയ്യും. നമുക്ക് സ്മോൾ ടു സ്മോൾ വൈ ആണ് ആവശ്യം. അപ്പോൾ എക്സ് മൈനസ് 3 ഈക്വൽ ടു 0, എക്സ് ഈക്വൽ ടു 3 എന്നും y മൈനസ് 3/2 ഈക്വൽ ടു 0, y ഈസ് ഈക്വൽ ടു 3/2 എന്നും കിട്ടും. തെറ്റോ എവിടെയെങ്കിലും? 9 തെറ്റിയില്ലേ? 9 6 അല്ലായിരുന്നു, സോറി. ഇവിടെ 8 ചെറിയൊരു ചെറുതല്ല, മിസ്റ്റേക്ക് ഈസ് മിസ്റ്റേക്ക് അല്ലേ? 3/2 ഇവിടെ 8 വരും. 4 ഔട്ട് സൈഡ് എടുത്താൽ 2 വരുള്ളൂ. ഇവിടെ y മൈനസ് 2 വരും. y മൈനസ് 2 ഈക്വൽ ടു 0, ദെൻ y ഈക്വൽ ടു 2. 3,2 എന്ന് വരും. ഫസ്റ്റ് ഓപ്ഷൻ വരും 3,2. ഒറിജിൻ ഷിഫ്റ്റിങ്ങിൻ്റെ കൺസെപ്റ്റിൽ ചെയ്തു. ഞാനിവിടെ 17 സ്പ്ലിറ്റ് ചെയ്തപ്പോൾ തെറ്റിപ്പോയി. 9 അവിടെ എടുത്തിട്ട് 6 പുറത്തേക്ക് കൊണ്ടുവന്നു. അടുത്ത ക്വസ്റ്റ്യൻ, എക്സെൻട്രിസിറ്റി ഓഫ് ദ ഹൈപ്പർബോള. നമ്മളിതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്താൽ ഇതിനകത്തുനിന്ന് 2 ഔട്ട് സൈഡ് എടുക്കുന്നു. 2 ഔട്ട് സൈഡ് എടുക്കുമ്പോൾ 2 സ്ക്വയർ പുറത്ത് വരും. 4 ഇൻറ്റു എക്സ് മൈനസ് 3 ദ ഹോൾ സ്ക്വയർ ബൈ 2 എന്ന് വരും. 2 ഇവിടെ നിന്ന് ഔട്ട് സൈഡ് എടുക്കുമ്പോൾ ഇവിടെ എക്സ് വരും, ഇവിടെ 3 വരും, 2 സ്ക്വയർ വരും. മൈനസ് ഇവിടെ നിന്ന് 4 ഔട്ട് സൈഡ് എടുക്കുമ്പോൾ 16 ഇൻറ്റു വൈ പ്ലസ് 7/4 ദ ഹോൾ സ്ക്വയർ ബൈ 16 ഈക്വൽ ടു 1 എന്ന് വരും. ഇവിടെ നിന്ന് 4 ഔട്ട് സൈഡ് എടുക്കുന്നു. ഓക്കെ, ദെൻ ഇതിനകത്ത് 2 കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 2 ന്യൂമറേറ്ററിൽ വരും. ഞാൻ ആ സ്റ്റാൻഡേർഡ് ഫോമിൽ വരാൻ വേണ്ടിയിട്ട് എക്സ് മൈനസ് 3 ദ ഹോൾ സ്ക്വയർ ബൈ 1/2 എന്ന് എഴുതുവാണ്. മൈനസ് വൈ പ്ലസ് 7/4 ദ ഹോൾ സ്ക്വയർ ബൈ 1 ഈക്വൽ ടു 1 കിട്ടും. നമ്മളിവിടെ ഒറിജിൻ ഷിഫ്റ്റിങ്ങിൻ്റെ കൺസെപ്റ്റ് ആവശ്യമൊന്നുമില്ല. എക്സെൻട്രിസിറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. അതിന് നമുക്ക് എ സ്ക്വയറും ബി സ്ക്വയറും മതി. ഇൻ ദ കേസ് ഓഫ് ഹൈപ്പർബോള എക്സെൻട്രിസിറ്റി ഈസ് വാട്ട്?
1 പ്ലസ് റൂട്ട് ഓഫ് 1 പ്ലസ് ബി സ്ക്വയർ ബൈ എ സ്ക്വയർ എന്ന് വരും. റൂട്ട് ഓഫ് 1 പ്ലസ് ബി സ്ക്വയർ ബൈ എ സ്ക്വയർ വിച്ച് ഈസ് 1 പ്ലസ് 1 ബൈ 1 ബൈ 2 എന്ന് വരും. 1 പ്ലസ് 1 ബൈ 1 ബൈ 2. സോ ആൻസർ റൂട്ട് 3 വരും. ആൻസർ റൂട്ട് 3 വരും. എക്സെൻട്രിസിറ്റി തേർഡ് ഓപ്ഷൻ റൂട്ട് 3. എക്സെൻട്രിസിറ്റി ഓഫ് എ, നിങ്ങളല്ലെങ്കിൽ സി ബൈ എ വെച്ച് ചെയ്താലും കുഴപ്പമില്ല. ഇത് പഠിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ എളുപ്പത്തിൽ ചെയ്യാം. ഹൈപ്പർബോളയിൽ റൂട്ട് ഓഫ് 1 പ്ലസ് ബി സ്ക്വയർ ബൈ എ സ്ക്വയർ, എലിപ്സിൽ റൂട്ട് ഓഫ് 1 മൈനസ് ബി സ്ക്വയർ ബൈ എ സ്ക്വയർ. അങ്ങനെ വരുമ്പോൾ തേർഡ് ഓപ്ഷൻ കിട്ടും. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വന്നാൽ ഫോസി ഓഫ് ആൻ എലിപ്സ്, എലിപ്സിൻ്റെ ഫോസി തന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ എക്സെൻട്രിസിറ്റി 1/2 ആണ്. ദെൻ ഇക്വേഷൻ കണ്ടുപിടിക്കണം. ഇക്വേഷൻ കണ്ടുപിടിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എയും ബിയും കാണുക എന്നുള്ളതാണ് അവർ ഉദ്ദേശിക്കുന്നത്. എയും ബിയും കണ്ടുപിടിക്കണം. സി ഫോസി എവിടെയാണ് വരുന്നത്? ഒന്ന് -3 മറ്റൊന്ന് 3 അപ്പോൾ എലിപ്സിൻ്റെ മേജർ ആക്സിസ് എക്സ് ആക്സിസ് ആയിരിക്കും. x² ബൈ എ സ്ക്വയർ പ്ലസ് y² ബൈ ബി സ്ക്വയർ ഈക്വൽ ടു 1 എന്നായിരിക്കും എലിപ്സിൻ്റെ ഇക്വേഷൻ. സി ഈക്വൽ ടു 3 ആയിരിക്കും. ഇ ഈക്വൽ ടു 1/2 ആയിരിക്കും. ഓക്കെ, സി അഥവാ എ ഇ എന്ന് എഴുതും. കാരണം ഇ ഈക്വൽ ടു സി ബൈ എ, സി ഈക്വൽ ടു എ ഇ ഈക്വൽ ടു 3 എന്നും ഇയുടെ വാല്യൂ ഇവിടെ കൊടുത്താൽ എ ഇസ് ഈക്വൽ ടു 6 എന്നും കിട്ടും. അപ്പോൾ നമുക്ക് എ കിട്ടിക്കഴിഞ്ഞു. x² ബൈ 36 പ്ലസ് x² ബൈ 36 വരുന്ന 2 ഓപ്ഷൻ ഉണ്ട്, 4ഉം 5ഉം. അപ്പോൾ ബി സ്ക്വയറോടെ കണ്ടുപിടിക്കാം. c² ഈക്വൽ ടു a² മൈനസ് ബി സ്ക്വയർ ആണ് എലിപ്സിൽ. സി എന്ന് പറയുന്നത് c² 9 വരും ഈക്വൽ ടു 36 മൈനസ് ബി സ്ക്വയർ. ഇത് ലെഫ്റ്റിലേക്ക് വന്നാൽ ബി സ്ക്വയർ 25 വരും. ശരിയാണോ? ഇത് ലെഫ്റ്റിലേക്ക് വന്നാൽ ബി സ്ക്വയർ റൈറ്റിലേക്ക് വന്നാൽ 25 അല്ല, ഇവിടെ ആണെങ്കിൽ 25 വരുള്ളൂ. 36 മൈനസ് 9 എന്ന് പറയുമ്പോൾ 27 വരും. ഫിഫ്ത്ത് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The coordinate of the focus and vertex of the parabola respectively. നമ്മൾ പഠിച്ചിരിക്കുന്ന സ്റ്റാൻഡേർഡ് പരാബോളയല്ല. ഫോക്കസ് ആൻഡ് വെർട്ടെക്സ്. വെർട്ടെക്സ് എന്ന് പറയുന്നത് 3, 4 ആണ്. 3, 4. അപ്പോൾ ഇവിടെയായിട്ട് ഞാൻ മാർക്ക് ചെയ്ത് തന്നിരിക്കട്ടെ 3, 4. കോർഡിനേറ്റ് ഓഫ് ഫോക്കസ് വെർട്ടെക്സ് -1, 4 ആണ്. വെർട്ടെക്സ് ഇവിടെയും വന്നു എന്നിരിക്കട്ടെ. പരാബോള ഏകദേശം ഈ ഷേപ്പിലിരിക്കുന്നു കേട്ടോ, ഇങ്ങനെ ഇരിക്കുന്നു. ഇതാണ് വെർട്ടെക്സ്, ദാറ്റ് ഈസ് 3, 4. ഇതാണ് ഫോക്കസ്, ദാറ്റ് ഈസ് -1, 4. ദെൻ ദ ഇക്വേഷൻ ഓഫ് ദ പരാബോള. പരാബോളയുടെ ഇക്വേഷൻ കാണണം. പരാബോളയുടെ ഇക്വേഷൻ കാണുക എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എ എത്രയാണെന്ന് കിട്ടിയാൽ മതി അല്ലേ. വെർട്ടെക്സ് 3 4 ആണ്. വെർട്ടെക്സ് 3 4 ആകുമ്പോൾ ഷേപ്പ് മനസ്സിലായില്ലേ? ഇതേതാ ഷേപ്പ്? ഇത് y² ഈക്വൽ ടു -4ax എന്ന് പറയുന്ന ഷേപ്പാണ്. ഇങ്ങനെ ഇരിക്കും അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഒറിജിൻ ഷിഫ്റ്റിങ്, ഇപ്പോൾ വെർട്ടെക്സ് അറ്റ് HK ആണെങ്കിൽ, വെർട്ടെക്സ് HK ആണെങ്കിൽ ഇക്വേഷൻ വരുന്നത് y - k² is equal to 4a into x minus h. y - k² is equal to 4a into x minus h. അതാണ് ഇക്വേഷൻ വരുന്നത്. അപ്പോൾ ഇവിടെ 3, 4 ആണ് വെർട്ടെക്സ്. 3, 4 ആണ് വെർട്ടെക്സ് വരുന്നത് കൊണ്ട് y - 4 the whole square is equal to -4ax. y² equal to -4ax അല്ലേ. -4a into x minus 3 the whole square. ഓക്കെ, വെർട്ടെക്സ് HK ആണെങ്കിൽ ഈ രീതിയിൽ നമുക്ക് ഇക്വേഷൻ എഴുതാം. അപ്പോൾ അത് നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്ന വെർട്ടെക്സ് 3, 4 ആണ് അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് ആൻസർ കിട്ടുമെന്ന് ചോദിച്ചാൽ ഇല്ല. നമുക്ക് എന്ത് വേണം? നമുക്ക് ഫോക്കസ് വേണം. ഫോക്കസ് എന്ന് പറഞ്ഞാൽ എ വേണം. നിങ്ങൾ നോക്കൂ, ഇപ്പം ഇങ്ങനെ നമ്മളൊരു പരാബോള കൺസിഡർ ചെയ്താൽ, ഇത്തരത്തിലൊരു പരാബോള കൺസിഡർ ചെയ്താൽ ഇതിൻ്റെ ഫോക്കസ് എവിടെയാണ് വരുന്നത്? അതായത് ഈ ഫോക്കസ് എന്നുദ്ദേശിക്കുന്നത് ഈ വെർട്ടെക്സും
ഈ ലെങ്ത്താണ്. കാരണം മൈനസ് എ കോമ 0 എന്ന് പറയുന്നത് ആ വെർട്ടെക്സും ഫോക്കസും തമ്മിലുള്ള ലെങ്ത്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് പറയുന്നു. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി, ഈ ലെങ്ത് കാണുക, ദറ്റ് ഈസ് എ റൂട്ട് ഓഫ്. അത് കാണേണ്ട ആവശ്യമില്ല, കാരണം y കോർഡിനേറ്റ് 4 ഹൊറിസോണ്ടൽ ലൈനാ. ഈ ലെങ്ത് 3 വരും, ഈ ലെങ്ത് 1 വരും. പോയിന്റ് -1 ആണ് പോയിന്റ്, പക്ഷെ ലെങ്ത് 1 അല്ലേ വരിക. അപ്പോൾ ഇത് 1ഉം ഇത് 3ഉം. അപ്പോൾ ഈ ലെങ്ത് 4 കിട്ടും. അപ്പോൾ എയുടെ പ്ലേസിൽ എന്ത് കൊടുത്താൽ മതി? എയുടെ പ്ലേസിൽ 4 കൊടുത്താൽ മതി. അപ്പോൾ y-4 ദി ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 16 ഇൻറ്റു x-3 വരും. 4th ഓപ്ഷൻ വരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ വീണ്ടും പറയുന്നു, പരാബോള NCERT മാത്രം പോരാ. കോണിക്സ് പഠിക്കുമ്പോൾ ഒറിജിൻ ഷിഫ്റ്റിങ്ങിൻ്റെ വേറെ ടാൻജൻറ്റ് പോലെയുള്ള ടഫ് ഫോർമുലയിലേക്ക് ഒന്നും പോകണ്ട. ഒറിജിൻ ഷിഫ്റ്റിങ്ങിൻ്റെ കൺസെപ്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ചധികം ക്വസ്റ്റ്യൻസ്, അതിപ്പോൾ ഈ വർഷം മാത്രമല്ല, നേരത്തെയും കീമിനൊക്കെ ചോദിക്കാറുള്ളതാണ്. പ്രാക്ടീസ് ചെയ്യണം. The line segment joining the points -3, 1, 1, 1 is the transverse axis of the hyperbola. നമുക്ക് റഫ് ഫിഗർ വരച്ചു കഴിഞ്ഞാൽ ഏകദേശം ഒരു ഐഡിയ കിട്ടും. -3, 1 ഞാൻ ഇവിടെയായിട്ട് മാർക്ക് ചെയ്യുന്നു. പിന്നെ 1, 1 അത് ഇവിടെയായിട്ട് മാർക്ക് ചെയ്യുന്നു. 1, -3, 1, 1. The line segment joining the points is the transverse axis. ഇതാണ് ഹൈപ്പർബോളയുടെ ട്രാൻസ്വേഴ്സ് ആക്സിസ് എന്ന് പറയുന്നത്. ഇഫ് ദ ലെങ്ത് ഓഫ് ദ കോഞ്ചുഗേറ്റ് ആക്സിസ് 4, അതായത് ഹൈപ്പർബോള ഇങ്ങനെ വരുന്നു. ലെങ്ത് ഓഫ് കോഞ്ചുഗേറ്റ് ആക്സിസ് എന്ന് പറയുന്നത് 4 ആണ്. ലെങ്ത് ഓഫ് കോഞ്ചുഗേറ്റ് ആക്സിസ് എന്ന് പറയുന്നത് 2b = 4. സോ b = 2. ലെങ്ത് ഓഫ് ട്രാൻസ്വേഴ്സ് ആക്സിസ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഡിസ്റ്റൻസ് കണ്ടാൽ മതി. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 2a എന്ന് പറയുന്നതാണ് ലെങ്ത് ഓഫ് ട്രാൻസ്വേഴ്സ് ആക്സിസ്. അപ്പോൾ ഇതിൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ y കോർഡിനേറ്റ് സെയിം ആണ്, x കോർഡിനേറ്റ് ഇത് 3ഉം വരും, ഇത് 1ഉം വരും. 3 + 1 അതും 4 വരും. അപ്പോൾ a = 2. അപ്പോൾ എയും ബിയും കിട്ടി. ഇനി ഈ ഹൈപ്പർബോളയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പഠിക്കുന്ന ഇവിടെ വരുന്ന സ്റ്റാൻഡേർഡ് ഹൈപ്പർബോള അല്ല ഇത്. ഇതായിരുന്നുവെങ്കിൽ സെൻറ്റർ 0, 0 ആയിരുന്നു. ഇതിൻ്റെ സെൻറ്റർ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ മിഡ് പോയിന്റ് എടുക്കും. നമ്മളിവിടെ ഏതാണ് -a0 + a0 എന്ന് എടുക്കുമ്പോൾ അതിൻ്റെ മിഡ് പോയിന്റ് എടുക്കുമ്പോൾ സെൻറ്റർ 0, 0 ആണ് വരുന്നത്. അപ്പോൾ ഇവിടെ അതുപോലെ തന്നെ -3, -3 + 1/2 x1 + x2/2, അതുപോലെ തന്നെ 1 + 1/2 y1 + y2/2. അപ്പോൾ സെൻറ്റർ കിട്ടും. ഇതെത്ത് കിട്ടും -2 3, 1 അല്ലേ, -2/2 ദാറ്റ് ഈസ് -1, -1, 1 എന്നായിരിക്കും നമുക്ക് സെൻറ്റർ കിട്ടുക. -1, 1. അപ്പോൾ ഇക്വേഷൻ എങ്ങനെ വരും? x - -1 the whole square by a square 2² minus y - 1 the whole square by b square is equal to 1. x minus h the whole square by a square minus y minus k the whole square by b square is equal to 1. 4 കൊണ്ട് കംപ്ലീറ്റ് മൾട്ടിപ്ലൈ ചെയ്താൽ x + 1 the whole square minus y minus 1 the whole square is equal to 4. x + 1 the whole square plus y minus 1 the whole square is equal to 4 എന്ന് പറയുന്ന തേർഡ് ഓപ്ഷൻ കിട്ടും. ഇതെല്ലാം ഒറിജിൻ ഷിഫ്റ്റിങ്ങിൻ്റെ കൺസെപ്റ്റിൽ നിന്നാണ് കേട്ടോ ചോദിച്ചിരിക്കുന്നത്. അടുത്തത് y² = 8x. ഇത് സാധാരണ ഇക്വേഷനാണ്, പക്ഷേ ഇതിനകത്ത് ആർബിട്രറി പോയിന്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. പാരാമെട്രിക് കോർഡിനേറ്റ് y² = 4ax എന്ന് പറയുന്ന പരാബോളയുടെയെങ്കിലും പാരാമെട്രിക് കോർഡിനേറ്റ് ഓർത്തിരിക്കുക. at², 2at. ജെ ലെവൽ പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസ് എല്ലാ പരാബോളയുടെയും പാരാമെട്രിക് കോർഡിനേറ്റ് പഠിക്കുന്നുണ്ട്. മെയിനായിട്ട് ഇതെങ്കിലും ഓർത്തിരിക്കണം. പാരാമെട്രിക് കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ ആ പരാബോളയിൽ നമുക്ക് ആർബിട്രറി ആയിട്ട് എവിടെ വേണമെങ്കിലും ഒരു പോയിന്റ് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നതാണിത്. വേർ ടി ഇസ് എ പാരാമീറ്റർ. ടി ആണ് പാരാമീറ്റർ. എ ഒക്കെ കോൺസ്റ്റൻ്റ് ആണ്. എ എവിടെ നിന്ന് കിട്ടും? ഇത് എവിടെ നിന്ന് കിട്ടും? 4a എന്ന് പറയുന്നത് 8 ആണ്. ഇവിടെ നിന്ന് a = 2 കിട്ടും. ആ a = 2 എടുത്ത് ഇവിടെ കൊടുത്താൽ മതി. വി ഗെറ്റ് 2t², 2 × 2 4t, at² 2at, ദാറ്റ് ഈസ് 2t², 4t എന്ന് പറയുന്ന
ഫിഫ്ത്ത് ഓപ്ഷൻ കിട്ടും. ഇറ്റ്സ് എ പാരാമെട്രിക് കോർഡിനേറ്റ്സ്, ആർബിട്രറി കോർഡിനേറ്റ്. പരാബോളയിൽ ഇതെല്ലാത്തിലും ഉണ്ട്. സർക്കിള്, എലിപ്സ്, സർക്കിളിലാണെങ്കിൽ എ കോസ് തീറ്റ എ സൈൻ തീറ്റ, റേഡിയസ് എ ആണെങ്കിൽ അല്ലെങ്കിൽ ആർ കോസ് തീറ്റ ആർ സൈൻ തീറ്റ. അതുപോലെ തന്നെ എലിപ്സിലുണ്ട്, ഹൈപ്പർബോളയിലും എല്ലാം ഉണ്ട് പാരാമെട്രിക് കോർഡിനേറ്റ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വന്നാൽ പി ബി എനി പോയിന്റ് ഓൺ ദ എലിപ്സ് F1 and F2 are the foci, then PF1 plus PF2. ഇത് നിങ്ങൾ പരാബോളയെ പഠിക്കുന്നതാണ്. സം ഓഫ് ഫോക്കൽ ഡിസ്റ്റൻസ് ഈക്വൽ ടു 2a, അതായത് 2 ഇൻറ്റു ലെങ്ത്, അതായത് ലെങ്ത് ഓഫ് മേജർ ആക്സിസ് 2a. ലെറ്റ് F1 and F2 are foci, P be any point on the ellipse, PF1 plus PF2, സം ഓഫ് ഫോക്കൽ ഡിസ്റ്റൻസസ് ഇസ് ഓൾവേസ് എ കോൺസ്റ്റൻറ്റ്. അങ്ങനെയാണ് അവർ എലിപ്സ് സെറ്റ് ചെയ്യുന്നത് തന്നെ. ഇറ്റ്സ് ഈക്വൽ ടു സം ഓഫ് ലെങ്ത് ഓഫ് മേജർ ആക്സിസ്. ഇത് ഹൈപ്പർബോളയിലേക്ക് വരുമ്പോൾ ചെറിയ വ്യത്യാസം വരും. സമ്മ് മാറിയിട്ട് ഡിഫറൻസ് ആവും. മോഡുലസ് ഓഫ് PF1 മൈനസ് PF2 ഈക്വൽ ടു 2a, അഥവാ ലെങ്ത് ഓഫ് ട്രാൻസ്വേഴ്സ് ആക്സിസ് എന്നാവും. ഹൈപ്പർബോളയിൽ അത് ഡിഫറൻസ് ആവും, എലിപ്സിൽ അത് സം ആയിരിക്കും. അപ്പോൾ നമുക്ക് എ എത്രയാണെന്ന് കിട്ടിയാൽ മതി. എ കിട്ടാൻ വേണ്ടിയിട്ട് കംപ്ലീറ്റ് 144 കൊണ്ട് ഇക്വേഷനെ ഡിവൈഡ് ചെയ്താൽ 4 ഇൻറ്റു എക്സ് പ്ലസ് 2 ദ ഹോൾ സ്ക്വയർ ബൈ 144 പ്ലസ് വൈ പ്ലസ് 9 ഇൻറ്റു വൈ മൈനസ് 4 ദ ഹോൾ സ്ക്വയർ ബൈ 144 ഈക്വൽ ടു 1 എന്ന് വരും. അപ്പോൾ ഇത് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 4 ബൈ 144 എത്ര കിട്ടും? എക്സ് പ്ലസ് 2 ദ ഹോൾ സ്ക്വയർ ബൈ 14 കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 3 കിട്ടും, 36 കിട്ടും അല്ലേ, പ്ലസ് വൈ മൈനസ് 4 ദ ഹോൾ സ്ക്വയർ ബൈ 14 9 1 വരും, റിമൈനിങ് 5 വരും അല്ലേ, 5 54 6 വരും, ദാറ്റ് ഈസ് ഈക്വൽ ടു 1. സോ എ സ്ക്വയർ ഈക്വൽ ടു എത്ര കിട്ടി? 36. എ സ്ക്വയർ 36 ആണെങ്കിൽ എ എത്ര കിട്ടി? 6. എ 6 ഇവിടെ കൊടുത്താൽ എത്ര കിട്ടും? 2 ഇൻറ്റു എ 12 എന്ന് കിട്ടും. സം ഓഫ് ഫോക്കൽ ഡിസ്റ്റൻസസ് 2a. ഓക്കെ, ദെൻ വീണ്ടും എക്സെൻട്രിസിറ്റി ഓഫ് ദ ഹൈപ്പർബോളയാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ചെയ്യാം. ഇവിടെ എ സ്ക്വയർ എന്ന് പറയുന്നത് 25ഉം ബി സ്ക്വയർ എന്ന് പറയുന്നത് 11. ദെൻ എക്സെൻട്രിസിറ്റി ഇ എന്ന് പറയുന്നത് റൂട്ട് ഓഫ് 1 മൈനസ് ബി സ്ക്വയർ ബൈ എ സ്ക്വയർ, അല്ല പ്ലസ്. എലിപ്സിലായിരുന്നു കേട്ടോ മൈനസ്, അതാ ഇങ്ങനെ ഓർത്താൽ മതി. എലിപ്സിൻ്റെ ഇക്വേഷനിൽ പ്ലസ്, എക്സെൻട്രിസിറ്റിയിൽ മൈനസ്. ബട്ട് ഹൈപ്പർബോളയുടെ ഇക്വേഷനിൽ മൈനസ്, എക്സെൻട്രിസിറ്റിയിൽ പ്ലസ്. അപ്പോൾ ഇത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും? റൂട്ട് ഓഫ് 36 ബൈ 25 അഥവാ 6 ബൈ 5 എന്ന് പറയുന്ന തേർഡ് ഓപ്ഷൻ വരുന്നു. 6 ബൈ 5 തേർഡ് ഓപ്ഷൻ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വന്നാൽ ആക്സിസ് ഓഫ് ദ പരാബോള ഇസ് എക്സ് ഈക്വൽ ടു 0. എക്സ് ഈക്വൽ ടു 0 എന്ന് അവർ ഉദ്ദേശിക്കുന്നത് എന്താണെന്നറിയോ? അത് വൈ ആക്സിസ് തന്നെയാണ് അവർ ഉദ്ദേശിക്കുന്നത്. ആക്സിസ് ഓഫ് ദി പരാബോള ഇസ് വൈ ആക്സിസ്. ഓക്കെ, ആൻഡ് ദ വെർട്ടെക്സ് ഇസ് അറ്റ് എ ഡിസ്റ്റൻസ് 3 യൂണിറ്റ്സ് ഫ്രം ദ ഒറിജിൻ. ഒറിജിനിൽ നിന്ന് 3 യൂണിറ്റ്സ് എബവ് ആണ് അല്ലേ, എബവ് ദി എക്സ് ആക്സിസ്. അപ്പോൾ അത് ഇങ്ങനെ ഇരിക്കും. അപ്പോൾ അത് ഇങ്ങനെ ഇരിക്കും. ദിസ് പോയിന്റ് ബിക്കം 0 3. ദ വെർട്ടെക്സ് ഓഫ് ദി പരാബോള, വെർട്ടെക്സ് ചോദിച്ചിട്ടുള്ളൂ, വെർട്ടെക്സ് 0 3 ആയിരിക്കും. പിന്നെ ചിലപ്പോൾ നമുക്ക് 3 0 അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോകാനുള്ള സാധ്യതയുണ്ടെന്ന് മാത്രം ഒന്ന് ശ്രദ്ധിക്കുക. വെർട്ടെക്സ് സെറ്റ് 0 3. ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റം, വീണ്ടും ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റം എ സ്ക്വയർ എന്ന് പറയുന്നത് നമ്മൾ 16 ആയിട്ട് എടുക്കുന്നു, പി സ്ക്വയർ എന്ന് പറയുന്നത് 9 ആയിട്ട് എടുക്കുന്നു. അതായത് എലിപ്സിനകത്ത് പല രീതിയിൽ പഠിക്കുന്നവരുണ്ട്. ഞാനിപ്പോൾ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഏത് ഡിനോമിനേറ്റർ ആണോ ഗ്രേറ്റർ അത് ഞാൻ എ സ്ക്വയർ ആയിട്ട് കൺസിഡർ ചെയ്തു. ബിക്കോസ് ഇറ്റ് ഇസ് എ വെർട്ടിക്കൽ എലിപ്സ്. വെർട്ടിക്കൽ എലിപ്സ് എന്ന് പറഞ്ഞാൽ വൈഡ് ഡിനോമിനേറ്റർ ആണ് വലുത്, എലിപ്സ് വൈ ആക്സിസിൽ വരുന്നു. അതല്ല എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈക്വൽ ടു 1 എന്നാണ് എല്ലാ ഇക്വേഷനിലും കൺസിഡർ ചെയ്യുന്നത് എങ്കിൽ ഇതിനകത്ത് ബി സ്ക്വയർ ഈക്വൽ ടു 16 എന്ന് എടുക്കേണ്ടി വരും. ഞാനിപ്പോൾ അങ്ങനെയല്ല എടുത്തിരിക്കുന്നത്. വിച്ച് ഡിനോമിനേറ്റർ ഈസ് ഗ്രേറ്റർ ദാറ്റ് ഈസ് ടേക്കൺ ആസ് എ സ്ക്വയർ. അപ്പോൾ ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റത്തിൻ്റെ ഫോർമുല 2b സ്ക്വയർ ബൈ എ എന്നാണ് പഠിച്ചിരിക്കുന്നത്. വിച്ച് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു ബി സ്ക്വയർ 9ഉം എ 4ഉം കിട്ടും. സോ ആൻസർ 9/2 അഥവാ തേർഡ് ഓപ്ഷൻ വരും. 2b സ്ക്വയർ ബൈ എ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു, വെർട്ടിക്കൽ എലിപ്സ് ആയിരുന്നു.
സെൻറ്റർ ഓഫ് ദ എലിപ്സ്. സെൻറ്റർ ഓഫ് ദ എലിപ്സ് കണ്ടുപിടിക്കാൻ വേണ്ടി ചെറിയ റീഅറേഞ്ച്മെൻറ്റ്സ് നടത്തുവാണ്. ഒന്ന്, 4x² പ്ലസ് 24x, എക്സിൻ്റെ ടേം എടുത്തെഴുതി, പ്ലസ് സംതിങ്, വൈയുടെ ടേം എടുത്തെഴുതി, 9y² മൈനസ് 18y സീക്വൽ ടു -9. ഞാനിവിടെ ഇത് a+b² എന്നെത്തിക്കണം. a+b² ഫോമിൽ എത്തിക്കണം. വേണമെങ്കിൽ ഇതിനകത്ത് 4 ഔട്ട്സൈഡ് എടുത്തോളൂ കേട്ടോ. 4 ഇൻറ്റു x² പ്ലസ് 6x പ്ലസ് 9 കിട്ടുവാണെങ്കിൽ നമുക്കിതിനെ 4 ഇൻറ്റു x+3² എന്ന് എഴുതാം. അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ലെഫ്റ്റ് സൈഡിലൊരു 9 പുറത്തുനിന്ന് കൊണ്ടുവന്നു. 9 അല്ല സത്യത്തിൽ കൊണ്ടുവന്നിരിക്കുന്നത്, പുറത്തൊരു 4 ഉണ്ട്. സോ 4 ഇൻറ്റു 9 36 ലെഫ്റ്റിൽ കൊണ്ടുവന്നിട്ടുണ്ട്. കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റൈറ്റ് സൈഡിലും 36 കൊടുത്തു. നെക്സ്റ്റ് ടൈമിൽ നിന്ന് 9 പുറത്തേക്ക് എടുത്താൽ y² മൈനസ് 2y വരും. ഒരു +1 കൊടുത്താൽ ഇതിനെ നമുക്ക് 9 ഇൻറ്റു y-1² എന്ന് പറയുന്ന പെർഫെക്റ്റ് സ്ക്വയർ ആക്കി മാറ്റാം. ശ്രദ്ധിക്കണം, ലെഫ്റ്റ് സൈഡിൽ 1 അല്ല, 1 ഇൻറ്റു 9 ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി +9 ചെയ്തു. സോ 36 ചെയ്തു. 9 കട്ട്. ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, അവർ സെൻറ്ററേ ചോദിച്ചിട്ടുള്ളൂ. സെൻറ്റർ എന്ന് പറഞ്ഞാൽ x+3 0 കൊടുത്താൽ we get x = -3. ഇത് 0 കൊടുത്താൽ y = 1. സോ -3, 1 കിട്ടും. ആൻസർ കിട്ടും. ഇനിയിപ്പോൾ 36 കൊണ്ട് ഡിവൈഡ് ചെയ്ത് സ്റ്റാൻഡേർഡ് ഫോമിലേക്കൊന്നും ആക്കണമെന്നില്ല. ഇവിടുന്ന് തന്നെ നമുക്ക് സെൻറ്റർ കിട്ടിക്കഴിഞ്ഞു. അടുത്തത്, ദ ലൈൻ ടച്ചസ് ദി എലിപ്സ്. ലൈൻ ടച്ചസ് ദി എലിപ്സ് എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഫോമിൽ ടാൻജന്റ് എന്ന് പറയും. അപ്പോൾ അതിന് കണ്ടീഷൻ ഉണ്ട്. c² = a² m² പ്ലസ് b². അതിൻ്റെ ഒന്നും ആവശ്യം നമുക്കില്ല. അതായത് ഈ എലിപ്സും ലൈനും ടച്ച് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലേ? എലിപ്സ് ഉണ്ട്, അതുപോലെ തന്നെ ആരുണ്ട്? എലിപ്സും ഒരു ലൈനും ഉണ്ട്. ഒരു ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യും. ആ ടച്ച് ചെയ്യുന്ന പോയിന്റാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, ആ പോയിന്റ് ലൈനിലും എലിപ്സിലും സാറ്റിസ്ഫൈ ചെയ്താൽ മതി. ഓപ്ഷൻ നാം കൊടുത്തു നോക്കിയാൽ മതി. ഫോർമുലയുടെ ഒന്നും ആവശ്യമില്ല. നമ്മൾ സിംപ്ലിഫൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അല്ലെങ്കിൽ ആ കണ്ടീഷൻ്റെ ആവശ്യം വരുന്നില്ല. ഇവിടെ ഇതിനകത്തുനിന്ന് എക്സ് കണ്ടുപിടിക്കുന്നു അല്ലെങ്കിൽ y കണ്ടുപിടിക്കുന്നു, അതുകൂടെ കൊടുക്കുന്നു, സിംപ്ലിഫൈ ചെയ്യുന്നു. നമുക്ക് ഓപ്ഷൻ ഒന്ന് നോക്കാം. ഇപ്പം x - y -4 കിട്ടണം. x - y ചെയ്യുമ്പോൾ -4 കിട്ടണം. അല്ലെങ്കിൽ x + 4 ചെയ്യുമ്പോൾ y കിട്ടണം. എക്സിൻ്റെ കൂടെ 4 ആഡ് ചെയ്യുമ്പോൾ y കിട്ടണം. നോക്കൂ, 4 ആഡ് ചെയ്താൽ y കിട്ടില്ല, 4 ആഡ് ചെയ്താൽ y കിട്ടില്ല, 4 ആഡ് ചെയ്താൽ y കിട്ടില്ല, 4 ആഡ് ചെയ്താൽ ഇത് കിട്ടും. -3യുടെ കൂടെ 4 ആഡ് ചെയ്താൽ y കിട്ടും, അല്ലേ? -3യുടെ കൂടെ 4 ആഡ് ചെയ്താൽ y കിട്ടും. അത് ഈ ഓപ്ഷനിൽ ശരിയാവും. എക്സിന് -3 കൊടുക്കുക, 9 കിട്ടും. വൈക്ക് 1 കൊടുക്കുക, 3 കിട്ടും, 12. രണ്ട് ഇക്വേഷനിലും -3, 1 എന്നുള്ള പോയിന്റ് ശരിയാവുന്നു. സോ 5th ഓപ്ഷൻ ഈസ് ദ കറക്റ്റ്. നെക്സ്റ്റ്, 1 end of the latus rectum of the parabola is 4, 8. പരാബോള തന്നിട്ടുണ്ട്. പരാബോളയുടെ ലാറ്റസ് റെക്റ്റം എന്ന് പറഞ്ഞാൽ ഫോക്കസ് കൂടെ പാസ് ചെയ്യുന്ന പെർപെൻഡിക്കുലർ കോഡ്. ഇതിൻ്റെ ഒരെൻഡ് തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് 4, 8, അല്ലേ? അടുത്ത എന്താ ചോദിച്ചിരിക്കുന്നത്? ഇത് പെർപെൻഡിക്കുലറാ, അല്ലേ? ഇത് ഈക്വൽ ഡിസ്റ്റൻസാ. ഇത് 2a, ഇത് 2a. അപ്പം ഇത് 4, 0 ആണെങ്കിൽ ഇതിവിടെ 4 കിട്ടും. ഇത് -8 ആവണ്ടേ, കാരണം ഇത് കറക്റ്റ് മിഡ് പോയിന്റാണ് വരിക. ഓക്കെ, അപ്പോൾ ഒരെൻഡ് 4, 8 ആണെങ്കിൽ അടുത്ത് 4, -8. 5th ഓപ്ഷൻ കിട്ടും. 1 end of the latus rectum തന്നിരിക്കുന്നു, അതർ എൻഡ് കണ്ടുപിടിക്കുന്നു. 4, 0 is the mid point. So 5th option is correct. അടുത്തത്, length of latus rectum of an ellipse. Length of latus rectum of an ellipse is 2b² a ആണ്. is equal to what? Is 1/4 of the major axis. Is 1/4 of the major axis എന്ന് ഉദ്ദേശിക്കുന്നത് length of major axis. 2 cut. b² is equal to അല്ലെങ്കിൽ 4b² is equal to a² എന്ന് കിട്ടും. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. Then b²
ബൈ എ സ്ക്വയർ ഈക്വൽ ടു 1/4 എന്നും കിട്ടും. ബി സ്ക്വയർ ബൈ എ സ്ക്വയർ ഈക്വൽ ടു 1/4. ക്വസ്റ്റ്യൻ എന്താണ്? എക്സെൻട്രിസിറ്റി. എക്സെൻട്രിസിറ്റി ഓഫ് എലിപ്സ് എന്ന് പറയുന്നത് റൂട്ട് ഓഫ് 1 മൈനസ് ബി സ്ക്വയർ ബൈ എ സ്ക്വയർ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 1 മൈനസ് 1/4 ആണ്. ദാറ്റ് ഈസ് 3/4. റൂട്ട് 3/2 ഫസ്റ്റ് ഓപ്ഷൻ കിട്ടും. റൂട്ട് 3/2 ഫസ്റ്റ് ഓപ്ഷൻ കിട്ടും. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വന്നാൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഫോസി ഓഫ് ദ ഹൈപ്പർബോള. കംപ്ലീറ്റ് 16 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എക്സ് സ്ക്വയർ ബൈ 16 മൈനസ് വൈ സ്ക്വയർ ബൈ 4 ഈക്വൽ ടു 1. അപ്പോൾ എ സ്ക്വയർ 16 എന്നും ബി സ്ക്വയർ 4 എന്നും കിട്ടും. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഫോസി ദാറ്റ് ഈസ് 2c ആണ്. നമുക്കറിയാം സി സ്ക്വയർ ഈക്വൽ ടു ഹൈപ്പർബോളയിൽ എന്തായിരിക്കും? ദാറ്റ് ഈസ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ദാറ്റ് ഈസ് 20 എന്ന് കിട്ടും. സോ സി ഈക്വൽ ടു റൂട്ട് 20. റൂട്ട് 20 എന്ന് പറഞ്ഞാൽ 2√5 അല്ലേ? 20 നമ്മൾ 4 × 5 എന്ന് എഴുതും. 2√5 ദാറ്റ് ഈസ് 2c. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഫോസി ഈസ് 2c. 2 × 2√5 2 × 2√5 ദാറ്റ് ഈസ് 4√5 എന്നുള്ള ഓപ്ഷൻ വരും. സെക്കൻഡ് ഓപ്ഷൻ ഈസ് കറക്റ്റ്. 4√5 second option is correct. Next question. Length of major axis of an ellipse. Length of major axis of an ellipse is 2a equal to twice length of minor axis. Length of major axis is twice length of minor axis. 2 cut a is equal to 2b എന്നും 1/2 is equal to b by a എന്നും കിട്ടും. 1/2 is equal to b by a. കഴിഞ്ഞ ക്വസ്റ്റ്യൻ പോലെ തന്നെ എക്സെൻട്രിസിറ്റി ഇസ് വാട്ട്? റൂട്ട് ഓഫ് 1 മൈനസ് ബി സ്ക്വയർ ബൈ എ സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 1 മൈനസ് 1/4 വിച്ച് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 3/4. റൂട്ട് 3/2 കിട്ടും. മാറിപ്പോകരുത്. റൂട്ട് 3/2 സെക്കൻഡ് ഓപ്ഷൻ കിട്ടും. ഫസ്റ്റ് ഓപ്ഷൻ മാർക്ക് ചെയ്ത് റൂട്ട് 2/3 പോയേക്കരുത്. റൂട്ട് 3/2 ഡയറക്റ്റ് ഫോർമുല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Length of the transverse axis and conjugate axis. Here a square is equal to 9 and b square is equal to 25. ഞാൻ പോസിറ്റീവ് ടൈം എ സ്ക്വയർ ആയിട്ട് എടുക്കുന്നു, നെഗറ്റീവ് ടൈം ബി സ്ക്വയർ ആയിട്ട് എടുക്കുന്നു എന്നേ ഉള്ളൂ. ലെങ്ത് ഓഫ് ട്രാൻസ്വേഴ്സ് ആക്സിസ് എന്ന് പറയുന്നത് 2a ആണ്. ദാറ്റ് ഈസ് 2 × 3. ആൻസർ ബിക്കം 6. ലെങ്ത് ഓഫ് കോൺജുഗേറ്റ് ആക്സിസ് എന്ന് പറയുന്നത് 2b ആണ്. ദാറ്റ് ഈസ് 2 × 5 വിച്ച് ഈസ് 10. സോ 6,10 തേർഡ് ഓപ്ഷൻ ആൻസർ കിട്ടുന്നു. 6,10 തേർഡ് ഓപ്ഷൻ ആൻസർ കിട്ടും. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വന്നാൽ ഇക്വേഷൻ ഓഫ് ദ ഡയറക്ട്രിക്സ് ഓഫ് ദ പരാബോള. ഡയറക്ട്രിക്സിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കണം. നോക്കൂ, ഞാൻ x-1 പകരം ക്യാപിറ്റൽ എക്സ് എന്നും y-2 പകരം ക്യാപിറ്റൽ വൈ എന്നും കൊടുത്താൽ എക്സ് സ്ക്വയർ ഈക്വൽ ടു 2y എന്ന് പറയുന്ന സ്റ്റാൻഡേർഡ് പരാബോള കിട്ടുന്നു. എക്സ് സ്ക്വയർ ഈക്വൽ ടു 2y. ഇതാണ് പരാബോള. എക്സ് സ്ക്വയർ ഈക്വൽ ടു 2y. ഈ പരാബോളയുടെ ഫോക്കസ് ഏതാണെന്ന് ചോദിച്ചാൽ 4a ഈക്വൽ ടു 2 എന്നും a ഈക്വൽ ടു 1/2 കിട്ടും. സോ ഇതിൻ്റെ ഫോക്കസ് വരുന്നത് ഇവിടെ വരും. 0,1/2. 0,1/2 ഇതാണ് ഫോക്കസ്. ഓക്കെ, അപ്പോൾ ഫോക്കസ് ഇതാണെങ്കിൽ ഡയറക്ട്രിക്സ് എന്തായിരിക്കും? ഇതാണ് ഡയറക്ട്രിക്സ്. ദാറ്റ് ഈസ് y ഈക്വൽ ടു -1/2. y ഈസ് ഈക്വൽ ടു -1/2. സോറി കേട്ടോ, ഇത് ക്യാപിറ്റൽ ആയിരിക്കും. നമ്മളിതെല്ലാം ഒറിജിൻ ഷിഫ്റ്റിങ്ങിലേക്ക് മാറ്റി കഴിയുമ്പോൾ എല്ലാം ക്യാപിറ്റലായി. y ഈസ് ഈക്വൽ ടു -1/2 ആയിരിക്കും ഡയറക്ട്രിക്സ്. നമ്മളിത് എന്തിലേക്ക് മാറ്റണം? നമുക്കെല്ലാം സ്മോൾ ലെറ്ററിലേക്ക് മാറ്റണം. അപ്പോൾ ഒരു കാര്യം ചെയ്താൽ മതി. ഈ y ഈക്വൽ ടു -1/2 എടുത്ത് ഇവിടെ കൊടുക്കൂ. y-2 സ്മോൾ ലെറ്റർ ഇസ് ഈക്വൽ ടു -1/2 എന്നും y ഈക്വൽ ടു -1/2 + 2 എന്നും y ഇസ് ഈക്വൽ ടു 3/2 എന്നും കിട്ടും. സോ 2y ഇസ് ഈക്വൽ ടു 3. 2y ഇസ് ഈക്വൽ ടു 3. 2y - 3 ഈക്വൽ ടു 0. ഫസ്റ്റ് ഓപ്ഷൻ വരും. ഓക്കെ, അങ്ങനെ കോണിക് സെക്ഷൻ പരാബോള, എലിപ്സ്, ഹൈപ്പർബോള ഈ ടോപ്പിക്കിൽ നിന്ന് 20 ക്വസ്റ്റ്യൻ ആണ് 2025 ചോദിച്ചത്.
പ്ലസ് സർക്കിളോടെ ആഡ് ചെയ്താൽ 26 ക്വസ്റ്റ്യൻ വരും. അപ്പോൾ 6 എക്സാം, ഒരു എക്സാമിന് 4-5 ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. സർക്കിള് വലിയ പ്രശ്നമില്ലായിരുന്നു. കോണിക്സ് ഒന്ന് സൂക്ഷിക്കണം. NCERT അപ്പുറത്തേക്ക് കടക്കണം. ലെങ്തി ഫോർമുല ഒന്നും വേണ്ട. ആ ഒറിജിൻ ഷിഫ്റ്റിങ്ങിൻ്റെ കൺസെപ്റ്റ് അപ്ലൈ ചെയ്ത്, പരാബോളയിൽ എല്ലാ ക്വസ്റ്റ്യൻ തന്നെ അങ്ങനെയാണ് ചോദിച്ചത്. ഒന്ന് ഡീറ്റെയിൽഡായിട്ട് പോകണം. 12th പഠിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ ഒന്ന് മറന്നിട്ടുണ്ടാവും. 12th ബോർഡ് എക്സാം കഴിയുമ്പോൾ അതൊന്ന് പൊടി തട്ടി എടുക്കണം കേട്ടോ. വലിയ പ്രശ്നമില്ലാതെ മുന്നോട്ട് പോകും. ഇതെല്ലാ വർഷവും ചോദിക്കുന്ന കോണിക്സിലെ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ തന്നെയാണ് കീമിന്. ഓക്കെ, താങ്ക് യു, ബൈ.